യും ജനാധിപത്യത്തിന്റെയും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെക്കുറിച്ച് പൊതുസമൂഹത്തിനോട് സംസാരിച്ചു വരുന്നവരാണ്. ഓരോ തവണയും ദേശീയ പതാക ഉയർത്തുമ്പോൾ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, അഖണ്ഡതയ്ക്ക് വേണ്ടി, ദേശീയ താല്പര്യങ്ങൾക്ക് വേണ്ടി, ഭരണഘടന പ്രദാനം ചെയ്യുന്ന അവകാശങ്ങൾക്ക് വേണ്ടി ഈ പൊതുതലത്തിൽ അവസാനം ഇന്ത്യയെ ഭരിച്ച ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യ വാഴ്ചയ്ക്ക് അടക്കമെതിരായി നടത്തിയ സമരങ്ങളിൽ ജീവത്യാഗം നടത്തിയ മനുഷ്യരുടെ മുഖങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. നിർഭാഗ്യവശാൽ 7.5 പതിറ്റാണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങളെ പിന്നിട്ട ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ഭരണകൂടം പ്രഖ്യാപിക്കുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ ആഗസ്റ്റ് 15 പുലർക്കാലങ്ങളല്ല, സ്വാതന്ത്ര്യലബ്ധിയുടെ സന്തോഷത്തിന്റെ സൂചകമായിട്ടുള്ള ആഗസ്റ്റ് 15 സൂര്യോദയങ്ങളെ കുറിച്ചല്ല, ഇന്ത്യ വിഭജിക്കപ്പെട്ട ആഗസ്റ്റ് 14 അർദ്ധരാത്രികളെ കുറിച്ചാണ് നാം ആചരണത്തിന്റെ വഴിയിലേക്ക് കടന്നു വരേണ്ടത്. എത്ര അപകടകരമായ, മനുഷ്യർക്കൊപ്പം നിൽക്കുന്നതിനപ്പുറം ഒരു വിധത്തിലുള്ള മനുഷ്യത്വവും ഇല്ലാതെ വിഭജനത്തിന്റെ പഴയ കാലത്തിലേക്ക്, ചോര വീണ മണ്ണിന്റെ മാറിലേക്ക് രാജ്യത്തെ ബോധപൂർവം കൊണ്ടുപോയി അപകടകരമായിട്ടുള്ളൊരു പ്രവണതയ്ക്ക് ഇന്ത്യയെ നയിക്കാൻ ഒരു വിധത്തിലും മടിയില്ലാത്ത ഒരു ഭരണകൂടത്തിനോട് മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം നാം വിളിച്ചു പറയുമ്പോൾ എന്തിനാണ് നമുക്ക് വാർത്തിരിവുകൾ? ഇന്ത്യ ഒരു മനുഷ്യനെ പോലെ ഉയർത്തി നിന്നു പറയേണ്ട മുദ്രാവാക്യമാണത്. പൗരത്വ ബില്ലിന്റെ പേരിൽ പാർലമെന്റ് പാസാക്കിയെന്ന് അവതരിപ്പിക്കപ്പെടുന്ന പൗരത്വ ഭേദഗതി നിയമം മതത്തിന്റെ പേരിൽ വേർതിരിച്ചു നിൽക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്ന് ഇന്ത്യക്കകത്തു നടത്തി എത്രയോ പ്രക്ഷോഭങ്ങളിൽ വിളിച്ചു പറഞ്ഞവരാണ് നാം. മതമടിസ്ഥാനപ്പെടുത്തി പൗരത്വം നൽകാനുള്ള ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ തീരുമാനം എത്രയേറെ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത് എന്ന അനുഭവങ്ങളിലൂടെ നാം കണ്ടു. SIR എന്ന പേരിൽ അതിതീവ്ര വോട്ട് പരിശോധന ഈ രാജ്യത്തിന്റെ പല വിധത്തിലുള്ള മതന്യൂനപക്ഷങ്ങളെ സമൂഹത്തിന്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തണമെന്ന് ചാതുർവർണ്ണ്യം ഒരു കാലത്ത് വിശേഷിപ്പിക്കപ്പെട്ട വിഭാഗങ്ങളെ പൗരാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടവരായി മാറ്റാൻ ബോധപൂർവമായ പരിശ്രമങ്ങൾ നടക്കുന്ന കാലത്ത് പൗരത്വവും വോട്ടവകാശവും ഈ രാജ്യത്തെ മനുഷ്യന്റെ അവകാശമാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞു വെക്കാൻ ഒരുമിച്ചു നിൽക്കലല്ലാതെ മനുഷ്യത്വത്തെക്കുറിച്ചും പൗരാവകാശങ്ങളെക്കുറിച്ചും ഹൃദയത്തിൽ തട്ടി ബാധിക്കലല്ലാതെ മറ്റെന്താണ് നമ്മളോട് പറയാനാവുക? മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യം മതഭീകരതയ്ക്കെതിരെ മാത്രമല്ല, വർഗീയവാദത്തിനെതിരെ മാത്രമല്ല, മനുഷ്യൻ ആയുധമെടുത്ത് ആക്രമിക്കുന്നതിനെതിരെ മാത്രമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കമ്പോളവൽക്കരണം മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിൽ നടത്തുന്ന പ്രത്യാഘാതങ്ങൾക്കെതിരെ പോലും ഉയർത്തിപ്പിടിക്കുന്ന ശബ്ദമുണ്ട് എന്നുള്ളത് അഭിമാനത്തോടെ ഈ കേരളത്തിലെ ഒരു മന്ത്രി എന്ന നിലയിൽ, ജനപ്രതിനിധി എന്ന നിലയിൽ കാണുന്നു എന്ന് പ്രത്യേകിച്ച് ഞാനിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആ മനുഷ്യത്വത്തിൻ്റെ നിരവധികളായിട്ടുള്ള ഉദാഹരണങ്ങൾ കാണാൻ കഴിയുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ഇവിടെ കേരള മുസ്ലിം ജമായത്ത് 3ാമത് കേരള യാത്രയുടെ സന്ദേശ പ്രകടനങ്ങളിൽ പറഞ്ഞു, ആധുനിക കാലത്തിന്റെ വിവര സാങ്കേതിക വിദ്യ, ഇത് നാം അതിനെക്കുറിച്ചാണ് എപ്പോഴും ചർച്ച ചെയ്യുന്നത്. AI ലോകത്തെക്കുറിച്ച്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ സുഹൃത്ത് ഒരു ഘട്ടത്തിൽ എന്നോട് പറയുകയുണ്ടായി, ഭരണരംഗത്തൊരു പ്രതിസന്ധിയെ നേരിട്ടാൽ ഞാൻ ആദരിക്കാൻ പോകുന്നത്, ഞാൻ ആശ്രയിക്കാൻ പോകുന്നത് ChatGPT-യാണ്. ChatGPT-ക്ക്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഏതെങ്കിലും വിധത്തിലുള്ള സർഗാത്മക വസന്തത്തിന്റെ വഴികളിലൂടെ കടന്നു പോകാനാകില്ല എന്ന അനുഭവങ്ങളിലൂടെ നാം കണ്ടിട്ടുണ്ട്. ആലങ്കോട് ലീലാകൃഷ്ണന്റെ സൈബർ ലോകം എന്നൊരു കവിതയുണ്ട്. സൈബർ ലോകം എന്ന കവിത ആലങ്കോട് എഴുതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഒറ്റ നോക്കിനാൽ തീവന്തകാനനം പച്ചതൻ മഹാ കേദാരമാക്കുവാൻ വന്നു നിൽക്കുന്നു കശ്യപൻ വീണ്ടും, വിത്തെറിഞ്ഞാൽ മുളയ്ക്കാത്ത സൈബർ. സൈബർ നേരത്തെ തയ്യാറാക്കി വെച്ച വിവരങ്ങളുടെ ഒരു വിനിമയ കേന്ദ്രം മാത്രമാണ്.